ക്രിക്കറ്റോക്സ് വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഡബിൾ ഹെഡറാണ്. ആദ്യത്തെ മത്സരം വൈകിട്ട് 3:30 ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസ് എന്നാണ് മത്സരം. തീവാറുമെന്ന കാര്യത്തിലൊരു സംശയങ്ങൾ വേണ്ട. രണ്ട് ടീം മികച്ച ഫോമിലാണുള്ളത്. കഴിഞ്ഞ കളി LSGയെ തകർത്തിട്ടാണ് ഡൽഹി വരുന്നതെങ്കിൽ കൊൽക്കത്തയെ കുന്നുപോലെ വിളിച്ചുകൊണ്ടാണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പ്രോബിൾ 11 എന്നീ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ നോക്കാം. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബിഗ് സ്കോറിംഗ് പിച്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിലാണ് കളി നടക്കുക. ഡൽഹിയിൽ നമ്മൾ അറിയാലോ, കഴിഞ്ഞ കൊല്ലം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും നമ്മുടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് തമ്മിലുള്ള കളി 278 റൺസാണ് അടിച്ച് കൂട്ടിയത്. ആ ഒരു പിച്ചിൽ, അതേ പിച്ചിലാണ് കളി നടക്കുക. അതുകൊണ്ട് ബാറ്റിങ്ങിന് അനുകൂലമായിരിക്കും. പിന്നെ തണ്ടർ സ്റ്റോം ഉണ്ടാകാൻ ചാൻസ്, അപ്പൊ മഴയ്ക്ക് സാധ്യത വെച്ചുണ്ട്. അപ്പോ റൺ മഴയോ അതോ മഴയോ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്ക് ഡൽഹിയെ കണ്ടാൽ പ്രാന്താണ്. ഡൽഹിനെ അവർ കണ്ടാൽ പ്രാന്താണെന്ന് പറയാൻ കാരണം, ലാസ്റ്റ് കളിച്ച 5 കളിയിൽ 4 എണ്ണത്തിന് ശേഷം മുംബൈ ഇന്ത്യൻസ് ആണ്. പിന്നെ KL രാഹുലിന്റെ കാര്യം, KL രാഹുലിന് 150 സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് 90 ബോളിൽ നിന്ന്. അതായത് 150 90 150 റൺ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ബോൾട്ടിനെതിരെ 3 തവണ മാത്രമേ T20 ഔട്ട് ആയിട്ടുള്ളൂ. അപ്പൊ ബോൾട്ടിനെതിരെ നല്ല റെക്കോർഡുള്ള പ്ലെയറാണ് KL രാഹുൽ. പിന്നെ രോഹിത് ശർമ്മ, അക്ഷർ പട്ടേൽ മുമ്പിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന കാണുന്നുണ്ട് IPL. അദ്ദേഹത്തിന് 91 സ്ട്രൈക്ക് റേറ്റ് മാത്രമേ അക്ഷർ പട്ടേലിനെതിരെ ഉള്ളൂ. 63 റൺസ് മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ 69 ബോളിൽ നിന്ന്. അപ്പൊ ഒരു നല്ലൊരു ബാറ്റർ ആയിരിക്കും അത്. അക്ഷർ പട്ടേലോ രോഹിത് ശർമ്മ. പിന്നെ ബുംറയ്ക്ക് നല്ല റെക്കോർഡാണ്. മില്ലറിനെതിരെയും നമ്മുടെ സ്റ്റബ്സിനെതിരെ അക്ഷർ പട്ടേലിനെതിരെയും T20 അതായത് മില്ലറിന് ഇപ്പൊ സ്ട്രൈക്ക് റേറ്റ് 117 ബുംറയ്ക്കെതിരെ. സ്റ്റബ്സിന് 65.86, അക്ഷർ പട്ടേലിന് 101. അതുപോലെ NGDന്റെ കാര്യം, NGD ഇപ്പൊ T20 വൺ ഓഫ് ദി പ്രീമിയം ഫാസ്റ്റ് ബോളർ ആയിട്ട് മാറിയിട്ടുണ്ട്. T20 ക്രിക്കറ്റിലൊക്കെ അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്ത് നമ്മൾ കണ്ടില്ലേ. വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ എക്കണോമി 8.56 ആയിരുന്നു. 12 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ NGD ഒരു മികച്ച ബോളിംഗ് നിരയിലും മികച്ച ബോളർ ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ നമ്മുടെ NGDയുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. ബുംറയുടെ കാര്യം പറഞ്ഞു. ബുംറ അദ്ദേഹം എപ്പോഴും T20 വേൾഡിലെ ബെസ്റ്റ് തന്നെയാണ്. അപ്പൊ നല്ലൊരു മത്സരം കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മിച്ചൽ സാനർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻ ടീമിനോടൊപ്പം. സാനർ ജോയിൻ ചെയ്തപ്പോൾ അല്ലാ ഗസൻഫർ പുറത്തിരിക്കാനാണ് സാധ്യത കൂടുതൽ. സാനർ കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല, അദ്ദേഹം നാട്ടിലായിരുന്നു. ഇപ്പോഴത്തെ മുംബൈ ഇന്ത്യൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കളിക്കുമെന്നാണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ആഫ്റ്റർനൂൺ ഗെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മികച്ച സ്കോർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ടോസ് കിട്ടിയിട്ടും ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഡൽഹിയുടെ കാര്യത്തിൽ അവർ അവസാന കളി വിജയിച്ചു. പക്ഷെ അവരുടെ ടീമിൽ ഇപ്പൊ സമീർ റിസ്വിയും ട്രിസ്റ്റൻസ് ഒക്കെ ഒഴികെ ഒരു ബാറ്ററും തുടങ്ങിയിട്ടില്ല. അങ്ങനെ പറയാൻ കാരണം ഇപ്പോ പത്തും നിസാങ്കയും രാഹുലും കൂടി ഓപ്പൺ ചെയ്ത് അത് ഫ്ലോപ്പ് ആയി പോയി. നിതീഷ് റാണക്ക് ഫോം ആവാൻ പറ്റില്ല. അദ്ദേഹം മികച്ച പ്ലെയർ ആണ്, മികച്ച ഫോമിലാണുള്ളത്. പിന്നെ നമ്മുടെ അക്ഷർ പട്ടേൽ, ഗോൾഡൻ ഡക്ക, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, ഗോൾഡൻ ഡക്കല്ല ഡക്കായി പോയി, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാൽ പോലും അവരുടെ ബാറ്റേഴ്സ് ഒക്കെ ഇന്ന് ഫോമിലേക്ക് എത്തുമെന്നാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മികച്ച ബോളിംഗ് നിലയും അവർക്കുണ്ട്, മികച്ച ഡെപ്തുള്ള സ്കോഡുമാണ്. മുംബൈയുടെ കാര്യത്തിലൊക്കെ എന്നാൽ രോഹിത് ശർമ്മ മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത്. കഴിഞ്ഞ കളി അവർ കൊൽക്കത്തനെ അദ്ദേഹം അടിച്ചു കൂട്ടി. പിന്നെ റിയാൻ റിക്കൽട്ടനും മികച്ച ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ സൂര്യകുമാർ അല്പം ഫോം ഔട്ടാണ്, പക്ഷെ അദ്ദേഹം ഫോമിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ തിലക് ഹർദിക് പാണ്ഡ്യക്കൊക്കെ ചേരുമ്പോൾ അവർ മികച്ച ടീം തന്നെയാണ്. പിന്നെ അവരുടെ ബോളിംഗ് എടുത്ത് പറയേണ്ടതെന്നില്ലേ, ബോൾട്ടും ബുംറയും ഷാർദുൽ താക്കൂർ, മായങ്ക് മാർക്കറ്റും ഒക്കെ അടങ്ങുന്ന ഗംഭീര കിടിലം ബോളിംഗ് നിര അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ പറയാനുള്ളത് ഇപ്പോൾ പ്രോബബിൾ 11 ആണ്. പ്രോബബിൾ 11 വന്നാൽ ഡൽഹിയുടെ കാര്യത്തിൽ രാഹുലും നിസാങ്കും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. നിതീഷ് റാണ നമ്പർ 3 കളിക്കും. അക്ഷർ പട്ടേൽ നമ്പർ 4, ഡേവിഡ് മില്ലർ നമ്പർ 5, ട്രിസ്റ്റൻ സെപ്സ് നമ്പർ 6, സമീർ റിസ്വി ഓർ അശുതോഷ് ശർമ്മ നമ്പർ 7, വിപ്രാജിനിക നമ്പർ 8, കുൽദീപ് യാദവ് നമ്പർ 9, ലുങ്കി NGD നമ്പർ 10, മുകേഷ് കുമാർ നമ്പർ 11, നട്രാജൻ നമ്പർ 12. ഇപ്പൊ അതേപോലെ നമ്മുടെ മുംബൈയുടെ കാര്യത്തിലേക്ക് വന്നാൽ രോഹിത് ശർമ്മയും റയാൻ റിക്കൽട്ടനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യും. തിലക് വർമ്മ നമ്പർ 3 കളിക്കും. നമ്പർ 4 സൂര്യകുമാർ യാദവ് കളിക്കും. നമ്പർ 5 ഹർദിക് പാണ്ഡ്യ, നമ്പർ 6 നമാൻദീർ, നമ്പർ 7 ഷർഫൻ റുദർഫോർഡ്, നമ്പർ 8 മിച്ചൽ സാനർ വരും. നമ്പർ 9 ഷാർദുൽ താക്കൂർ, നമ്പർ 10 ജസ്പ്രീത് ബുംറ, നമ്പർ 11 മായങ്ക് മാർക്കണ്ഡെ. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ട്രെന്റ് ബോൾട്ടും ഉണ്ടാകും. അപ്പോ ഒരു നല്ലൊരു പോരാട്ടം കാണാനാവുന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും